ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഇതിനു മുന്നേ കണ്ടക്ട് ചെയ്ത ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൻ്റെ ഒരു MCQ സെഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ MCQ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: whenever a process needs input output to or from a disk, it issues a dash. നമ്മൾ പറഞ്ഞു ഡിസ്ക് ഷെഡ്യൂളിങ്ങിനെ പറ്റി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു, നമുക്ക് മനസ്സിലായി എന്താണെന്ന്. അപ്പോൾ എപ്പോഴാണോ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റിന് വേണ്ടി പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആദ്യം ഏതിലോട്ടാണ് ഡിസ്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. സിസ്റ്റം കോൾ ടു ദ CPU, സിസ്റ്റം കോൾ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എ സ്പെഷ്യൽ പ്രൊസീജിയർ, ഓൾ ഓഫ് ദ മെൻഷൻഡ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യമേ മനസ്സിലായി സിയും ഡിയും അല്ല. സോ ആദ്യമേ അല്ലാത്തത് നമുക്ക് ആദ്യമേ ക്രോസ് ഔട്ട് ചെയ്ത് കളയാം. ഇനിയുള്ളത് സിസ്റ്റം കോൾ ടു ദ CPU, സിസ്റ്റം കോൾ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡയറക്റ്റ് പ്രോസസ്സറിന് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ചെക്ക് ചെയ്യണം പ്രോസസ്സർ ഫ്രീ ആണോ അല്ലയോ എന്നുള്ളത്. സോ അത് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ആദ്യം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരുമ്പം ആദ്യം സിസ്റ്റം കോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പിന്നെ CPU ഫ്രീ ആണോ അതിനനുസരിച്ച് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ എയും അല്ല, കാരണം CPUന് ഡയറക്റ്റ് കൊടുക്കുകയല്ല. സോ ആദ്യം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 2: if a process needs input output to or from a disk and if the drive or controller is busy, then okay, നമ്മൾ ഡിസ്കിന് വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് കൊടുത്തു. സോ ആദ്യം നമ്മൾ നോക്കി ഡ്രൈവ് ഓർ കൺട്രോളർ നോക്കി ബിസിയാണ്. പക്ഷേ ഈ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അവർ ബിസിയാണ്. ബിസി ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ബിസി ആണെങ്കിൽ നമുക്കൊരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യും, ഡിസ്ക് ക്യൂ. ഈ ക്യൂയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ: the request will be placed in the queue of pending request of the drive. Option B: the request will not be processed and will be ignored completely. C: the request will be not be placed. Option D: none of the mentioned. റിക്വസ്റ്റ് ഒരിക്കലും റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാതെ വിടത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും അല്ല. ഓപ്ഷൻ ബി പറയുന്നത് ഓപ്ഷൻ റിക്വസ്റ്റ് പ്രോസസ്സേ ചെയ്യില്ല, ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്യും, അതും ചെയ്യത്തില്ല. റിക്വസ്റ്റ് വരും, എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഓപ്ഷൻ ബിയും അല്ല. ആൻസർ ഏതാണ്? ഡിസ്ക് ക്യൂയിലോട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇനി ഡിസ്ക് ക്യൂയിൽ, അതിനാണ് നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പഠിച്ചത് തന്നെ. സോ ഡിസ്ക് ക്യൂയിൽ നിന്നാണ് ഓരോ റിക്വസ്റ്റിനെയും എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ: the request will be placed in the queue of pending request for that drive. Moving on to question number 3: if the disk head is located at 32, find the number of disk moves required with FCFS if the disk queue of input output block requests are 98, 37, 14, 124, 65 and 100. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റിനകത്ത് ആദ്യം നോട്ടീസ് ചെയ്യേണ്ടത് ഏത് അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് അൽഗോരിതമാണ്? FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ഡിസ്ക് ഹെഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 32-ലാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നോട്ട് ചെയ്ത് പോവുക. റിക്വസ്റ്റുകളും തന്നിട്ടുണ്ട്. സോ നമ്മൾ റിക്വസ്റ്റുകൾ എഴുതുന്നു. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റുകൾ വരുന്ന അനുസരിച്ച് ഹാൻഡിൽ ചെയ്ത് വിടുന്നതാണ്. At the moment ഇത് 32-ലാണ്. സോ സപ്പോസ് ഹിയർ ഇഫ് ഇറ്റ് ഈസ് 32, ആദ്യം പോകുന്നത് ഫസ്റ്റ് വന്ന ഡിസ്കിൽ വന്ന റിക്വസ്റ്റ് 98 ആണ്. സോ 98 വിൽ ബി സംവെയർ ഓവർ ഹിയർ. അപ്പം പിന്നെ 32-ന്ന് ആദ്യം എങ്ങോട്ട് പോകും? 98-ലോട്ട് പോകും. പിന്നെ 37-ലോട്ടാണ് പോകുന്നത്. സോ 37 is somewhere over here. Then next it moves to 14. 14 is here. ഇവിടെ 37, ഇവിടെ 98, ഇവിടെ 40. Okay. Next it moves to 124. 124 is here. 1, 2, 4. 124. Next is 65. 65. 65. Next it moves to 100. Suppose here is 100. Moves here. Okay. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിസ്ക് മൂവ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം ഇവിടുന്ന് 98ലോട്ടാണ് പോയത് അല്ലേ. സോ ഫസ്റ്റ് കാൽക്കുലേഷൻ ഇസ് 98 മൈനസ് 32. പിന്നെ എങ്ങോട്ടാണ് പോയത്? 98 നേരെ അടുത്ത ഡിസ്കിങ് ബാക്ക്വേർഡാണ് മൂവ് ചെയ്ത്. സോ ഇവിടെ 98 മൈനസ് 14. പിന്നെന്താണുള്ളത്? 124 മൈനസ് 14. 124 മൈനസ് 14. പിന്നുള്ളത് 124 മൈനസ് 65. നെക്സ്റ്റ് 100 മൈനസ് 65. ഇത് എല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നതാണ് ആൻസർ. സോ 98 മൈനസ് 32, 98 minus 14, 124 minus 14, 124 minus 65, so ഇത്രയും വാല്യൂസും സം അപ്പ് ചെയ്യുമ്പം we will get 354. സോ കാൽക്കുലേഷൻസ് മൈൻഡ് കാൽക്കുലേഷൻസ് ആണ് എളുപ്പമെങ്കിൽ അത് ഫാസ്റ്റായിട്ട് ചെയ്യുക. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വരുന്ന റിക്വസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടക്കുന്നതെന്ന് നോക്കുക. 98 ഏത് ആദ്യം എവിടുന്ന് എങ്ങോട്ട് പോകും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് വരുന്ന ഇൻപുട്ട് റിക്വസ്റ്റിന്റെ ബേസിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് 354. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ FCFSO SSTFO ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അൽഗോരിതം വെച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ ഉറപ്പായിട്ടും ഇത് പഠിച്ചിരിക്കുക. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്മൾ മുമ്പേ കണ്ട സെയിം ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ തന്നെയാണ്. ഡിഫറൻസ് ഉണ്ട്, അൽഗോരിതത്തിൽ ഡിഫറൻസ് ഉണ്ട്. കൺസിഡർ എ ഡിസ്ക് ക്യൂ വിത്ത് റിക്വസ്റ്റ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ടു ബ്ലോക്സ് ഓൺ സിലിണ്ടേഴ്സ്. സം റിക്വസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കൺസിഡറിങ് SSTF scheduling, the total number of head movements is if the disk head is initially at 53. ഡിസ്ക് ഹെഡിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട് 53യിലാണ്. 53യിൽ നിന്ന് SSTF ആണ് കാൽക്കുലേറ്റ്. SSTF എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹെഡിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന റിക്വസ്റ്റിനെ ആയിരിക്കും ആദ്യം ഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ ആദ്യം ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഏതൊക്കെ നമ്പേഴ്സ് ആണുള്ളത്? ഇവിടെ ഒരു 14 ഉണ്ട്, ഇവിടെ ഒരു 27 ഉണ്ട്, 27 അല്ല 37 ഉണ്ട്. നെക്സ്റ്റ് വി വിൽ ഹാവ് ഇവിടെ ഒരു 53 ഉണ്ട്. 53യിൽ നിന്ന് 65 ഉണ്ട്, 67 ഉണ്ട്, 98 ഉണ്ട്, 122 ഉണ്ട്, 124 ഉണ്ട്, 183 ഉണ്ട്. ഓക്കെ, ഇനി 53യിൽ നിന്ന് ആദ്യം എങ്ങോട്ട് പോകണം നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. 53യിൽ നിന്ന് വന്ന റിക്വസ്റ്റ് 98 ആണ്. 98ലോട്ട് ആദ്യം പോകണോ, അല്ല 53യിൽ നിന്ന് 65ലോട്ട് ആദ്യം പോകണോ അതോ 37ലോട്ട് ആദ്യം പോകണോ നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം 53യിൽ നിന്ന് 65ലോട്ട് പോകുന്നതാണോ കുറവ് സീക്ക് ടൈം, 37ലോട്ട് പോകും. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കണം. 65 മൈനസ് 53, 65 മൈനസ് 53 എത്രയാണ്? 12. 53 മൈനസ് 37 എത്രയാണ്? 16 ആണ്. അപ്പം ഏതാണ് ഏറ്റവും കുറവ് സീക്ക് ടൈം? 12 ആണ്. സോ അത് 65ലോട്ട് പോകും. 65ൽ നിന്ന് 67ലോട്ട് പോകാനാണോ 98ലോട്ട് പോകാനാണോ 37ലോട്ട് പോകാനാണോ എളുപ്പം? ഒബ്വിയസ്ലി 67 ആണ് അടുത്ത് കിടക്കുന്നത്. ഇനി 67ൽ നിന്ന് 98ലോട്ട് പോകാനാണോ 37ലോട്ട് പോകാനാണോ എളുപ്പം? അത് നമ്മളൊന്നുകൂടെ നോക്കണം. 98 മൈനസ് 37, 9 മൈനസ് 3 6. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? 37 ആണ് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത്. 67 സോറി ഇവിടെ 67 ആണ്, 31. 67 മൈനസ് 37, ഇവിടെ 30 ഉള്ളൂ. ഇവിടെ 31 ആണ്, ഇവിടെ 30 ആണ്. സോ 98 ഹാസ് ടു മൂവ് ടു 37. ഇനി 37ൽ നിന്ന് ഒബ്വിയസ്ലി 14ലോട്ട് പോകാനാണ് എളുപ്പം. ഇനി 14ൽ നിന്ന് നേരെ 98ലോട്ട് പോകുന്നു. 98ൽ നിന്ന് 122, 122ൽ നിന്ന് 124, 124ൽ നിന്ന് 183. പിന്നെ ആ ഒരു പ്രൊസീഡിങ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും. കാരണം ഇനി പുറകിലോട്ടൊന്നും നമുക്ക് റിക്വസ്റ്റ് ഇല്ല. ഇനിയുമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡിസ്ക് മൂവ്സ് നടന്നു? സോ ആദ്യം നടന്നത് 67 മൈനസ് 53. ഇനി ഇവിടെ എന്താ നടന്നത്? 98 മൈനസ് 14.
ഇവിടെ 183 minus 14. 67 minus 53 is equal to 12. 98 minus 14 എത്രയാണ്? 84. 183 minus 14 എത്രയാണ്? 169. ഇവിടെ 169. എല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 plus 84 plus 169. ഒരു calculation. 67 minus 53 is 12. 98 minus 14. 4. 9 minus 1. 8. It is 84. Sorry, ഇവിടെ 98 minus 14 അല്ല, ഇതിൻ്റെ സ്റ്റാർട്ടിങ് 67 ആണ്. 67 minus 14 ആണ് ഇവിടെ. 67 minus 14. 6 minus 1, 5. ഇവിടെ 53 ആണ്. So here it is 53. So 12 plus 53 plus 169. 4. 5 plus 1 was 6. 6 plus 6, 12. 12 plus 1, 13. 1, 7, 7.8. Answer is 224. Answer ഇത് എത്രയും ഒരു 1 or 2 minutes എടുക്കത്തുള്ളൂ. പക്ഷേ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ആ ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ. സോ ഇതാണ് SSTF വെച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് in dash disk scheduling algorithm, the disk head moves from one end to other end of the disk, serving the request along the way. When the head reaches the other end, it immediately returns to the beginning of the disk without serving any request on the return trip. ഏത് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലാണ് head reaches the other end, it immediately returns to the beginning of the disk without serving any request on the return trip. അതായത് ഫ്രണ്ടിലോട്ടുള്ള റിക്വസ്റ്റുകൾ എത്തിയിട്ട് എൻഡ് റീച്ച് ചെയ്തിട്ട് നേരെ ബാക്ക്വേർഡ് പോയിട്ട് തിരിച്ച് ആ പോകുന്ന വഴിക്ക് ഒരു റിക്വസ്റ്റിനെ മാനേജ് ചെയ്യാതെ വരുന്നത് ഏതാണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് CLOOK. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ സെഷനിൽ ഏതൊക്കെ അൽഗോരിതം, ഓരോ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനകത്ത് CLOOK ആണ് റിട്ടേൺ വഴിയിൽ ഒരു റിക്വസ്റ്റിനെ മാനേജ് ചെയ്യാതെ അവിടെ ഏറ്റവും എൻഡിൽ ചെന്നിട്ട് തിരിച്ച് ട്രാവേഴ്സ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ടൈം ടേക്കൺ ടു മൂവ് ദ ഡിസ്ക് ആം ടു ദ ഡിസയേർഡ് സിലിണ്ടർ ഈസ് കോൾഡ്. ഡിസ്ക് ആം കറസ്പോണ്ടിങ് സിലിണ്ടറിൽ എത്താൻ എടുക്കുന്ന ടൈം ഈസ് സീക്ക് ടൈം. റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് റൊട്ടേഷണൽ ഡിലേ. നമ്മൾ 3 ടേം പഠിച്ച സീക്ക് ടൈം, റൊട്ടേഷണൽ ഡിലേ അല്ലെങ്കിൽ റൊട്ടേഷണൽ ലാറ്റൻസി, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡാറ്റ ട്രാൻസ്ഫർ ടൈം. അതിനകത്ത് ടൈം ടേക്കൺ ബൈ ദ ഡിസ്ക് ആം ടു റീച്ച് ദാറ്റ് പർട്ടിക്കുലർ സിലിണ്ടർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ട്രാക്ക്, അതിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ ദ ഡിസൈഡ് സെക്ടർ ടു റൊട്ടേറ്റ് ടു ദ ഡിസ്ക് ഹെഡ്. ഡിസ്ക് ഹെഡിലോട്ട് വരുന്ന ടൈം റൊട്ടേഷൻ എന്താ പറയുന്നത്? റൊട്ടേഷണൽ ലാറ്റൻസി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ MCQ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ എക്സാം സ്ലോട്ടുകൾ എത്തിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. ഏണസ്റ്റ് അക്കാഡമി കമ്പ്യൂട്ടർ പ്രോഗ്രാമർക്ക് വേണ്ടി പുതിയ സ്റ്റഡി പ്ലാനോട് കൂടിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സുകളായ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, എക്സാം വരെയുള്ള ഇന്റൻസീവ് ട്രെയിനിങ്ങുകൾ, മോക്ക് മോഡൽ ടെസ്റ്റുകൾ തുടങ്ങിയവയ്ക്കപ്പുറം ഫ്രീ വീക്ക്ലി എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മളുടെ ഇന്നത്തെ സെഷൻ അനുബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.